പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലെ നമ്മുടെ ഈ മീൻകുളത്തിൻ്റെ അവിടെ സരിത പേടിച്ചിട്ടാക്കണത് ഒരു വണ്ടം മൂർക്കം പാമ്പിനെ കണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പേടി. എപ്പോഴും നമ്മുടെ പറമ്പില് സാധാരണ ചേരേനെയും നീർക്കോലിനെയൊക്കെ കാണാറുള്ള ഇടയ്ക്ക് വെള്ളിക്കെട്ടനെ കാണാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ മൂർക്ക നല്ല കറുത്തിട്ടുള്ള നല്ല പാമ്പ്, അടിപൊളി സാധനം. വീണ്ടും വിളിക്കാണ് പോണേ. അപ്പോൾ മീൻകുളത്തിൽ തീറ്റ മീനുകൾക്ക് ഇട്ട് കൊടുക്കുക അവരുടെ ഞാനാ. പിന്നെ രാത്രിയാണ് ഞാൻ എല്ലാ ദിവസവും ഇവിടെയൊക്കെ നനയ്ക്കാറ്. പുല്ലിന് മൊത്തം നനയ്ക്കണത് രാത്രിയാണ്. അപ്പോൾ എനിക്ക് പേടിയാവാ ഇവിടെ നനയ്ക്കാനൊക്കെ നിൽക്കാൻ. നമ്മൾ ഈ വാൽവ് ഓരോന്നും അതാക്കി കഴിയുമ്പോൾ ഈ വാൽവ് പിന്നെ പൂട്ടണം, പിന്നെ അടുത്ത വാൽവ് തുറക്കാനും അങ്ങനെ ഈ അരുത്തിക്കൊക്കെ വരേണ്ടി വരേ. അപ്പോൾ ഒരു പേടി. നമ്മുടെ ഈ 32 സെന്റ് സ്ഥലത്ത് വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരേ ഒരു സ്ഥലം ഇത് മാത്രമാണ്. ബാക്കി ഓരോ ഭാഗം വൃത്തിയാക്കി അതായത് കുറച്ച് ഭാഗം ആക്കി വരുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അവിടെ വൃത്തികേട്, അപ്പം അത് ശരിയാക്കാം. അങ്ങനെ ശരിയാക്കി ആ പറമ്പിൻ്റെ അവിടെ അറ്റം വരയ്ക്ക് എത്തി. ഈ ഒരു ഭാഗം മാത്രം അതെന്തുട്ടാന്ന് വെച്ചാൽ ഇവിടെ ഈ പൂവൻ വാഴ കൂട്ടാണേ. അതിൽ നിന്ന് ഇങ്ങനെ നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട, അങ്ങനെ കൊല കിട്ടിക്കൊണ്ടിരിക്കും. പഴുത്തു വിണ്ടു വെട്ടത്തിട്ട് കഴിഞ്ഞാൽ ഇതിന് വെട്ടാം. പിന്നെ ഒരു കായ്ക്കുള്ള വെട്ടാൻ. അപ്പോഴേ ഒരു കാര്യം പറയാം. ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ RC മച്ചാനാണ്. ഇങ്ങോട്ട് നീക്ക്. അതെ, ഞാൻ വിചാരിച്ചത് തന്നാ ചേട്ടൻ ക്യാമറ വെച്ചിട്ട് ഇനി നീ വെട്ടിക്കോ എന്നിട്ട് വെട്ടോത്തി അവൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ ഇനി വാഴ വെട്ടാൻ പഠിപ്പിക്കാൻ പോവാന്ന് വിചാരിച്ചു. ക്യാമറ വെട്ടം ചേട്ടൻ വാങ്ങിക്കലാണ്ടപ്പോ. അല്ല ഞാൻ പറയട്ടെ, നീക്ക്. ഞാൻ നോക്കിയതാ നാളികേരൻ അത്രക്ക് നാളികേരില്ല. തെങ്ങിന് വളടാറായി. അപ്പളേ ഇന്ന് ഇപ്പൊ കാലത്ത് അതിരാവിലെയാണ് ഇപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം വന്നു. അപ്പൊ ഇന്ന് ഇവന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട്. ഒരു കഞ്ഞിയും അല്ല അത് കൊല്ലല്ല. അല്ല, കഞ്ഞീരൊപ്പം കൊടുക്കണ കൂട്ടാൻ നമ്മളിത് ഇതിന്റെ വാഴക്കുടപ്പുണ്ട്. അതിന്റെ കൈക്കോട്ട് ചേട്ടൻ തലക്കടിച്ചു പോകും. ഞാൻ വരുന്ന ദിവസം കഞ്ഞിയും ചമ്മന്തി അങ്ങനെ പറയടാ മാറ്റി പിടിക്കുക തന്നെ. നിതിൻ വരുമ്പോഴൊക്കെ ചിക്കനും മട്ടനും മീനും ബാക്കി സാധനങ്ങളും. ഞാൻ വരുമ്പോ കഞ്ഞിയും ചമ്മന്തി. പേടിക്കണ്ട, നിനക്ക് മീൻ കൂട്ടാനുണ്ട് അടിപൊളി. പയറടപ്പത്തിലുണ്ട്. എനിക്ക് വാഴക്കുടപ്പം കിട്ടിയിട്ട് വേണമെങ്കിൽ കാലത്ത് ഉപ്പേരിക്കാൻ സ്കൂളിൽ പോകുമ്പോഴേക്കും. എന്റെ കുടപ്പൻ സാധാരണ ആരും ഉപയോഗിക്കില്ല, പക്ഷെ കുഴപ്പമില്ല, കറി വെക്കാൻ കുഴപ്പമില്ല. അതിലേക്ക് കടക്കണതിന് മുന്നേ എനിക്കൊരു കാര്യം ചേട്ടന് പറയാനുള്ള കഴിഞ്ഞില്ലേ, അവൻ്റെ കൊടുത്തോ. നമ്മളന്ന് ബ്ലേഡ് കൊണ്ട് ചീര കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഇൻ USA നമുക്ക് ഒരു കത്രിക അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആള് തന്നെ വീണ്ടും ഒരു സാധനം ഇപ്പം ഇന്നലെ വന്നതാണ് ആമസോണിൽ നിന്ന്. എന്നിട്ടേക്ക് അന്ന് കാണിച്ചു തരണ നീം ഓയിൽ കണ്ട, പെസ്റ്റിസൈഡാണ്. പ്രാണികൾക്കും കീടങ്ങൾക്കും ഒക്കെ അടിക്കാനായിട്ടുള്ള ജൈവ പെസ്റ്റിസൈഡാണ്. ഇത് എനിക്കാണ്. ആള് ഇതിലെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഈ ഇതിലേ, അത് ഞാൻ വായിച്ചുതരാട്ടാ. ഈശ്വരാ എവിടെ? എ ലിറ്റിൽ സംതിങ് ടു മോട്ടിവേറ്റ് സരിത ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗാർഡനിങ്. അപ്പം ഞാനും ഗാർഡനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിന് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആള് തന്നേക്കണ ഈ സാധനങ്ങൾ. അപ്പോൾ എനിക്ക് പറ്റിയ കുഞ്ഞു സാധനങ്ങൾ, ഞാൻ കുഞ്ഞിതായതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാനും. റബ്ബർ ബാൻഡ് ഇടാനായിട്ടൊക്കെയുള്ള സാധനം, ഗാർഡൻ ടൂൾസ് ആണ് ആള് അയച്ചു. ഇങ്ങനത്തെ നമ്മുടെ ഉണ്ടോ ഒരെണ്ണം, ഇത്തിരി വലുതാന്ന് മാത്രം. എന്നെ പണിയെടുപ്പിച്ച് അടങ്ങൂന്നാണ് ആള് പറയണേ. റബ്ബർ ബാൻഡ് മാറ്റി ചേട്ടാ. ചേട്ടനൊന്നും വെകിളി പിടിക്കാണ്ട് സമാധാനമായിട്ട് ചെയ്യൂ. അപ്പൊ സമാധാനം കൂടി. ഈ റബ്ബർ ബാൻഡ് മാറ്റി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് അതിങ്ങനെ എടുക്കാൻ പറ്റും. നഗെന്തിനാ റബ്ബർ ബാൻഡിനെ കളയാൻ? അങ്ങനെ എടുക്ക്. മണ്ണ് ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊത്തി ഇളക്കാം, എങ്ങനെ വേണമെങ്കിലും ചെത്തി കൂട്ടാം.
അടുത്തത് നീ റബ്ബർ ബാൻഡ് എടുത്ത് തരാം. നീ നിൽക്കണം. അതെ, റബ്ബർ ബാൻഡ് മാറ്റി. ഇതും അതുപോലത്തെ ഒരു സാധനം തന്നെയാണ്. ഇതല്ല മണ്ണിന് ഇങ്ങനെ ഇളക്കണത്. അല്ലല്ല, ഇതാണ് മണ്ണിന്. അത് മണ്ണിന് ഇളക്കണത് തന്നെയാണ്. അത് ചെത്തി ഇങ്ങനെ നമ്മുടെ ഈ കടയ്ക്ക് മണ്ണിളക്കം കിട്ടാനായിട്ട് ചുറ്റും ചെടിയുടെ ചുറ്റുമൊക്കെ. അത് ഇത് ചേട്ടനെ കുറുമ്പ് കാണിക്കുമ്പോ കുത്തു തരാനുള്ളതാന്ന് തോന്നുന്നു. നല്ല ചെടികളൊക്കെ പറക്കുന്ന കാണുമ്പോ ഇതുകൊണ്ട് ഒരു കുത്തു കൊടുക്ക. ഇത് മറ്റേ ഇത് ഇങ്ങനെ ഇളക്കി പൊക്കി എടുക്കാനുള്ള സാധനമായിരിക്കും ചിലപ്പോൾ. പിന്നൊരു സാധനം ഉണ്ട്. ഇത് ഞാൻ അതില് ഉള്ളി നടും പറയണ്ടല്ലോ, എൻ്റെ കൈമ മണ്ണാവും പറയുന്നുണ്ട്. മണ്ണാവെന്ന് പറഞ്ഞാൽ നഖത്തിൻ്റെ ഇടയിലേക്ക് മണ്ണ് ചെളി കയറുന്നു. അങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പാടില്ല. ഞാനത് പറയുമ്പോൾ ഇവരത് എഡിറ്റ് ചെയ്ത് കളയും വിചാരിച്ചു. ഇവരാണെങ്കിൽ എഡിറ്റ് ചെയ്ത് കളഞ്ഞൂല. അപ്പോൾ ആൾ പറയണത് എന്തിട്ടാണെന്നറിയോ? മോംസ് ഡു കുക്കിംഗ് ആൻഡ് ദെയർ ഹാൻഡ്സ് നീഡ് ടു ബി ക്ലീൻ. നമ്മൾ കുക്ക് ചെയ്യുന്നവരാണ്, അപ്പം നമ്മുടെ കൈകൾ വൃത്തിയുള്ളതായിരിക്കണം. അപ്പം അതിനാണ് ഇത് ഗ്ലൗസ്. അപ്പോൾ ഇനി എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ എനിക്ക് ഇതിട്ടിട്ട് പണിയെടുത്താൽ മതി. ചേട്ടനും ഇങ്ങനത്തെ ഒരെണ്ണം ഓർഡർ ചെയ്യാം. ചേട്ടനും ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കാൻ ശീലിക്ക്. ചേട്ടൻ ഫുൾ ടൈം പണിയിൽ മാന്തി ചേട്ടൻ നഖമൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ല. നഖം പിന്നെ എപ്പോഴും വെട്ടൂട്ടാ. ഒരു ചെറുതായിട്ട് നഖം വളരുമ്പോഴത്തേക്കും തന്നെ അത് വെട്ടും. അപ്പോൾ സരിത ഇന്ന് മുതൽ എൻ്റെ ഒപ്പം കൃഷി സ്ഥലത്തേക്ക് വരുന്നതായിരിക്കും. ഞാനേ പണിയെടുക്കണില്ല എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നമുക്ക് എന്തോരം പണിയുണ്ടെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഇത്രയും ഏരിയുണ്ട്. ഈ ഏരിയ ഇപ്പോൾ ഇവിടെ നനയ്ക്കലും പിടിക്കലൊക്കെ ഞാൻ തന്നെയാണ്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം വേണം അവിടെ മൊത്തം നനയ്ക്കാൻ. ശുചിത വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യാൻ വരില്ല, ബാക്കി ദിവസം ഞാൻ വൃത്തിയാക്കണ്ടേ. ഈ 2000 സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ വീട്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നോക്കി എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. എപ്പോഴാ സബ്സ്ക്രൈബേഴ്സ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമല്ലോ, എത്തും. അത് ചിലപ്പോൾ നമുക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആവില്ല വരാ, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അവൻ കയറി വരാം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴേലും അപ്രതീക്ഷിതമായിട്ട് കയറി വരുന്നത് കൊണ്ട് നമ്മൾ വൃത്തിയാക്കി ഇടുന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയായാലും വൃത്തിയാക്കിയിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും വീട് ഇടാറ്. അപ്പോൾ നമുക്ക് പണിയില്ലേ, പിന്നെ ചോറും കൂട്ടാനും വെക്കണം. ആകെ വീഡിയോ എടുക്കുമ്പോഴത്തെ കുക്കിംഗ് മാത്രമേ ചേട്ടൻ ചെയ്യാറുള്ളൂ. അല്ലാണ്ടുള്ള പാചകം ചെയ്യൽ ഞാൻ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് പണിയുണ്ട്. അത് കാണിക്കണില്ല എന്ന് മാത്രം. അപ്പം അത് കാണിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കല്ല കേട്ടാ. അല്ല, ചിലവരങ്ങനെ വിചാരിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ചിലവർക്ക് അറിയാം ഒരു വീടാകുമ്പോൾ പണി ഉണ്ടാവും എന്നറിയാം. വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റും ഒരു വീടായി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ കൊപ്ര ഇങ്ങോട്ട് തന്നിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് ആ കൂട്ടാൻ വെക്കാം. ഇതിന് കൊപ്ര കൂട്ടാനാണ്, മീൻ കൂട്ടാനുണ്ട് കേട്ടോ. ഇന്നലത്തെ മീൻ കൂട്ടാനുണ്ട്. എനിക്കതല്ല, ഇത് വാഴക്കൊല കേട്ടോ. വിണ്ടു അണ്ണാറണ്ണന്മാർക്ക് തിന്നാറായി തുടങ്ങി. അതൊന്ന് ഞാൻ അവനോട് വെട്ടാണ്ട്, പക്ഷെ അത് വെട്ടണതിന് മുമ്പേ ഇവനെ ഇന്നലെ പറയുന്നത് തേങ്ങ സരിതിക്ക് വാഴക്കുടപ്പനായിട്ട് കൊടുക്കട്ടെ. എത്തിലെനിക്ക് കണ്ട ഭയങ്കര ഹൈറ്റില്ല. വീണിട്ടില്ല, എത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്റെ കണ്ണിലേക്ക് വരുന്നത്. കറ മോളിന്ന് ഒറ്റ വീണുണ്ട് കേട്ടാ. ആ ചേട്ടന്റെ പിന്നെ കറുപ്പ് ഡ്രസ്സായ കാരണം കുഴപ്പമില്ല. ഞാനേ വിചാരിച്ചു എന്റെ കണ്ണിലേക്ക് വരുന്നത് വിചാരിച്ചു. അപ്പൊ അവിടെ നീ തലയിൽ പിടിച്ചിട്ട് അവിടെ തന്നെ നിക്ക, അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി നിന്നാ മതി. അല്ല നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയുന്നതാണ് എന്താണ് അല്ലാണ്ട് ഞാൻ അറിഞ്ഞിട്ട് വെക്കുന്നതല്ല. അല്ല, തലയിൽ കൈ വെച്ചിട്ട് അവിടെ തന്നെ നിക്കാണ്ട് നീ നിക്കാലോ. അല്ല, അത് നമ്മുടെ തലച്ചോറ് പറയുന്നില്ലാന്ന്, നീക്കാൻ പറയുന്നില്ലാന്ന്. ശരിയാ, ചേട്ടൻ തലച്ചോറ് പലപ്പോഴും പലതും പറഞ്ഞു കൊടുക്കാറില്ല. ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കാറുള്ളൂ. എല്ലാവർക്കും അതിനുണ്ടാവുന്ന മനസ്സിലായ ഇല്ല. അപ്പൊ ഇനി അടുത്ത നടപടിയിലേക്ക് പോവാം. ഇവിടെ വെടുപ്പാക്കിയിട്ട് ഇവിടെ വെടുപ്പാക്കുമ്പോ പേടിയുണ്ട്. പിന്നെ അത് മാത്രല്ല നമ്മുടെ ഇത് അവിടെ പൊത്തുകളുണ്ട്, വലിയ പൊത്തുകള്. ഈ വാഴയുടെ വാഴക്കൂട്ടത്തിന്റെ സെന്റർ ഭാഗത്ത് പൊത്തുകളുണ്ട്. ചിലപ്പോ മൂർഖന്റെ കുട്ടികളൊക്കെ ഉണ്ടാവാൻ പറയാൻ പറ്റില്ല. അതൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഈ ഷീറ്റില്ലേ, ഈ വെടുപ്പാണ്ടത് ഇതിന്റെ ഈ ഷീറ്റ് കണ്ട നുറുമ്പിച്ചു തുടങ്ങി. കണ്ട നുറുമ്പിച്ചു തുടങ്ങി. ഇത്തിരി അടുത്തേക്ക് നീന്നിട്ട് ചേട്ടാ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. ദേ കണ്ട, ഇത് നുറുമ്പിച്ചിട്ട് അപ്പൊ ഇതിന്റെ പൊടി ഇങ്ങനെ മീൻകുളത്തിലേക്ക് വീഴുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മാറ്റി, നമ്മൾ പറഞ്ഞില്ലേ സജീവന്റെ മീൻകുളം കാണിച്ചപ്പോ പറഞ്ഞില്ലേ അതുപോലെ ആക്കാൻ പോവാന്ന്.
അപ്പോൾ കോഴിക്കോട് ഗ്രില്ലുമേ വെള്ള പെയിൻ്റ് അടിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് തോന്നി തുടങ്ങി ഇതും ഈ പച്ച മാറ്റി ഇത് വെള്ളയാക്കാമെന്ന് വിചാരിക്കണ്ടായിരുന്നു. അപ്പോൾ ഇത് വെള്ള പെയിൻ്റ് അടിക്കണം, എന്നിട്ട് അതിൻ്റെ ഈ സാധനമൊക്കെ മാറ്റിയിട്ട് ഇവിടെ മറ്റേ സജീവൻ ഇട്ട പോലത്തെ നെറ്റില്ലേ അതിടണം. ഈ മറ്റേ ഈ ബോഗൻവില്ല കടലാസ് റോസ അത് മുകളിലേക്ക് പടർന്നു തുടങ്ങിയത് ഫുള്ള് പടർന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തന്നെ അതിന് മുന്നേ ഇതൊന്ന് വെടുപ്പാക്കലാണ്. അപ്പൊ നമ്മുടെ മഹേഷ് ശിവ വന്ന് പെയിന്റിങ് തുടങ്ങിയിട്ടുണ്ടേ. അപ്പൊ അവര് ചെയ്തോളൂ അത് മാറ്റി നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. അവരത് കെട്ടി അതിന് മുന്നേ പെയിന്റ് അടിക്കണം, വെള്ള പെയിന്റ് ആക്കണം. അപ്പൊ ചേട്ടനെ അതൊക്കെ വെടുപ്പാക്കണം, അവിടെ വെടുപ്പാക്കി കൊടുക്കണം അല്ലേ? വെടുപ്പാക്കി കൊടുത്താൽ പെയിന്റ് അടിക്കാൻ പറ്റില്ലേ? അപ്പൊ സരിത ചല കൂട്ടാനിലേക്ക് ഞങ്ങൾ മിഥുന്റെ മർമ്മരങ്ങൾ അല്ല പിന്നിൽ ക്യാമറയുടെ പിന്നിലുള്ള മുറുമുറുപ്പുകളുമായിട്ട് ഞങ്ങൾ വീഡിയോയിലേക്ക് വരട്ടെ. അപ്പോൾ ഈ വാഴക്കൂട്ടം കുറേ വാഴകളൊക്കെ ഇതൊക്കെ നാശമായി കുറേ നാളായി. ഇനിയിപ്പോൾ വൃത്തിയാക്കിയിട്ട് ഇവിടെ ഒരു വാഴ നല്ല ഭംഗിയിൽ ഒരു വാഴനയുടെ പ്രതീക്ഷിക്കാന്ന് വെച്ചിട്ടാണ് ഇവിടെ വെടുപ്പാക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ എനക്കുള്ള കാരണം പാമ്പൊക്കെ ഇങ്ങനെ പോയിക്കോളും. ഇപ്പോൾ ഒരു ചെറിയൊരു എനക്കുണ്ടെങ്കിൽ പൂല്ല പാമ്പ് അത് ഓടിക്കോളും. പോവില്ല പോകുന്നു വിചാരിക്കും. ഞാൻ പാമ്പായിട്ട് അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ല. സാധാരണ പാമ്പ് ഓടണ കാണാറുണ്ട്. പാമ്പുകൾ ഓടുന്ന കാണാറുണ്ടല്ലേ? പിന്നെ അയണ പാമ്പ് റോഡ് സൈഡിലല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് കൂമ്പടഞ്ഞ പോലത്തെ വാഴകളൊക്കെ വെടുപ്പാക്കില്ലെങ്കിൽ ശരിയാവില്ല. ഇഷ്ടമാണ് വെടുപ്പാക്കണമെങ്കിൽ നമ്മളേ ഒരു വീട്ടിലിപ്പോൾ നമ്മളിങ്ങനെ വെടുപ്പാക്കൽ എത്ര വെടുപ്പാക്കിയാലും കഴിയില്ല ചില സമയങ്ങളിൽ. അറിയാം വാഴകൾ മൊത്തം വെട്ടാൻ പോയപ്പോ അല്ല എനിക്കിത് നീ നോക്കി ഇവിടെ കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാവും. കണ്ട നമുക്കേ ഇങ്ങോട്ട് വരാൻ പേടിയാവും. അതുകൊണ്ടാണ് നമ്മൾ വെടുപ്പാക്കണതേ. അത് ശരിയാ. ഇതിന്റെ സൈഡ് വരെ ഉണ്ടല്ലോ, അറ്റം വരെ ഉണ്ടല്ലോ. അത് വലിയൊരു കൂട്ടല്ലേ അത്. ഇത് ക്ലീൻ ആക്കി അത് ക്ലീൻ ആക്കിയിട്ട് നല്ലൊരു വാഴ വെക്കാൻ വെച്ചിട്ടാ ഇതിലെന്നെ. അതായത് നമ്മൾ വാഴക്കൂട്ടം വാഴ വെക്കാണ്ടിരിക്കില്ല ഇവിടെ. ലൈറ്റായി അല്ല സൺലൈറ്റ് ആയി പറയാം. ഇത് കാലങ്ങളായിട്ട് കുറേ കൊല്ലങ്ങളായിട്ടുള്ള വാഴക്കൂട്ടാ. ഇതേ ഇതൊക്കെ നല്ല വാളാട്ടാ. നമ്മുടെ കമ്പോസ്റ്റ് ഇടാനുള്ളതാ. ലാസ്റ്റ് കമ്പോസ്റ്റ് ഇടാം. എന്നാൽ അണ്ണം വന്നിട്ട് ഒരു തവണ വെടുപ്പാക്കി ഇവിടെ. പക്ഷെ വെടുപ്പാക്കിയാലും കാര്യമില്ലടാ. ഇത് ഈ വാഴക്കൂട്ടത്തിൻ്റെ പ്രത്യേകത കണ്ടത് ഇതിൻ്റെ ഇടയിലേക്ക് നനയ്ക്കാൻ വരുമ്പോഴേ നല്ല മുതലൊക്കെ ഇടുന്നത് ഞാൻ അറിയില്ലേ. നമ്മൾ ഇങ്ങനത്തെ ഒരു വാഴക്കൂട്ടം നിർത്തി എന്ന് പറഞ്ഞിട്ട് പാമ്പ് പിടിച്ച് ആവേണ്ട ആവശ്യമില്ല. അതില്ല, അതിൻ്റെ ആവശ്യമില്ല. കാണുമ്പോൾ വിചാരിക്കേ കുറേ വീഡിയോയിൽ വാഴയുടെ ഉള്ളിൽ നിന്ന് വെള്ളം കുടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ കാര്യം ഇത് വാഴയുടെ ഉള്ളിൽ നിന്ന് വെള്ളം കുടിച്ചത് എന്നിട്ട് കിട്ടാൻ പോണ എനിക്കറിയാൻ പാടില്ല. എൻ്റെ മറ്റേ ഈ അരും കോക്ക് തന്നിട്ടില്ലേ ഒരു വാളുണ്ട്. ഇങ്ങനത്തെ ഒരു വാള് കണ്ടില്ലേ? ഞാൻ പറമ്പില് കാണല്ലടാ. അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ പറമ്പിൽ കിട്ടിക്കോളൂ. ഇല്ലേ പറമ്പിൽ ഫുള്ള് തപ്പിയാ ഫുള്ള് നോക്കി ഞാൻ കണ്ടില്ല. നീ അവിടെയൊക്കെ നടക്കുമ്പോൾ നോക്കി ചവിട്ടിയോളട്ടെ. ഷൂട്ടിങ്ങൊക്കെ നല്ല തന്നെ. ഷൂട്ടിങ്ങിന് വന്നിട്ട് പാമ്പിൻ്റെ കടിയേറ്റൊന്നും പറയരുത്. അവിടെ ഇവിടെ പാമ്പുണ്ടെങ്കിൽ നേരത്തെ ഓട്ടം കഴിഞ്ഞാൽ ഓട്ടിണ്ടാവില്ല. അല്ല ചേരകളെ നമ്മൾ ഇഷ്ടം പോലെ ഇവിടെ കാണുന്നതാ. ചേരകളെ കണ്ട വഴിക്ക് വാലും പൊക്കി ഒറ്റ പോകും. ഇവൻ ഇത്തിരി അണലൊന്നും ഓടില്ല കേട്ടോ. അങ്ങനെ അണലി ഓടില്ല. അണലി ഇത് എങ്ങനെയുണ്ട്? സ്ലോ മോഷൻ കിട്ടിയ അണലിയല്ലേ? ഒരു വലിയ അണല്. നിങ്ങളുടെ വശത്തൊക്കെ ഇഷ്ടം പോയിട്ടോ പാടത്ത്? അല്ല, അവിടെ മൊത്തം വീടുകളല്ലേ. ഒരു വട്ടമായിട്ട് ക്രോസ് ചെയ്യുന്ന കണ്ടു ഒരു സ്ഥലത്ത്. പക്ഷെ ഭയങ്കര വലുതാ. പക്ഷെ സ്ലോ മോഷനിലാണ് പോണ ആള്. നമ്മളവിടെ വണ്ടി നിർത്തി നോക്കിക്കുക. ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പക്കാലത്ത് നമ്മുടെ ഈ തോടുണ്ട്, വേനൽക്കാലത്ത് വട്ടക്കൂറാന്ന് പറയും, തേക്കല പുള്ളി എന്നൊക്കെ പറയും. അതല്ലേ വണ്ടനായിട്ട് തേക്കിൻ്റെ ഇലേറെ ഷേപ്പാണ് അതിൻ്റെ മേത്ത്. അപ്പോൾ ഞങ്ങൾ പറയും തേക്കല പുള്ളി എന്ന് പറയും. കേട്ടിട്ടുണ്ടാ? ഇല്ല, അതിൻ്റെ അങ്ങനെ ഒരു പേര് കേൾക്കണം. വട്ടക്കൂറാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് തന്നെയല്ലേ ഈ വട്ടക്കൂറാന്നും പറയും. വട്ടക്കൂറാന്നും പറയും. ഞങ്ങൾ പറഞ്ഞത് വട്ടക്കൂറ, പിന്നെ തേക്കല പുള്ളി, അണലി എന്ന് പറയാറില്ല.
ചാനലിലേക്ക് അണലി എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള പേരുകളൊന്നും രസമില്ല. ഞാൻ പേടിക്കണില്ലല്ലോ. ഞാനേ ഇവിടെ നമ്മുടെ ഇവിടേക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ടായി. എന്തിൻ്റെ പൈപ്പ് അത്? പൈപ്പ് ഇവിടെ വെള്ളം നനയ്ക്കാനായിട്ട് ചെയ്തോണ്ട് ആ പൈപ്പൊക്കെ ഇതിനിടയിൽ പെട്ടുപോയി. വാഴക്കൂട്ടം വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു ചെറുതിന്ന് വേറൊരു ചെറുതിലേക്ക് ഗ്രൂപ്പ് എപ്പോഴും കടക്കേണ്ട. ഇത് കണ്ട ഗ്രൂപ്പ് ആയോണ്ടിരിക്കില്ലേ കടക്കാൻ പറ്റാണ്ട് പൈപ്പൊക്കെ കണ്ടല്ലേ ഇതിലേക്ക് പെട്ടിട്ട് കണ്ട അങ്ങോട്ട് നീ കണ്ട നീ കട ഇത് ഈ വാഴക്കന്ന് ഇപ്പൊ ഈ ഒരു വാഴക്കന്ന് നമുക്ക് ഇവിടെ കുഴിച്ചിടാം. ഓക്കെ, അപ്പൊ വൃത്തിയാവില്ല. പിന്നെ അടുത്തൊരു ഉയരാകുമ്പോഴേക്കും ഗ്രൂപ്പ് ആയിക്കോളും. അല്ല ദൈവമേ എത്രക്ക് സ്ട്രോങ് അത് വാഴ സ്ട്രോങ് ആയിട്ടല്ല, വെട്ടോറ്റി മുറിച്ചില്ലാണ്ട. നിനക്ക് ഉണ്ണിപ്പിണ്ടി വേണോ? എനിക്ക് വേണ്ട. ഉണ്ണിപ്പിണ്ടി അതിന്റെ ഉണ്ണിപ്പിണ്ടിയും കൊള്ളിയും ഇട്ട് വെച്ചിട്ടുണ്ട് നീ? കൊള്ളിയാ? കൊള്ളി കപ്പ. ഇവിടെ പയറുണ്ടല്ലോ ഡയറ്. പലരും പല സാധനങ്ങൾ വെക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ഈ സാധനല്ലേ ഈ പിണ്ടി ഇത് നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഞാൻ ഉച്ചിക്കുന്നത് വയ്ക്കും. വയറിന് കുടലിനില്ലേ ഏറ്റവും നല്ല സാധനം എന്നൊക്കെ കേട്ടിട്ടുണ്ട് നീ? അല്ല, പണ്ട് അമ്മമ്മയുള്ള ടൈമിൽ കഴിച്ചിട്ടുണ്ട്, പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ അറിയാം ആദ്യമൊക്കെ അമ്മമ്മയുള്ള ടൈമിൽ ഇടക്കിടക്ക് സാധനങ്ങളൊക്കെ വയ്ക്കും. കൊപ്രയും പിന്നെ ഈ ഉണ്ണിപ്പിണ്ടി അങ്ങനെ സാധനങ്ങളൊക്കെ വയ്ക്കും. അതിലൂടെ മറ്റേ പയറാ എന്താ മുതിരയാ പയറാ എന്താണ്ട് സാധനം കുറേ സാധനം വയ്ക്കും. അമ്മമ്മ മരിച്ചിട്ട് എത്ര കൊല്ലായി? അമ്മ മരിച്ചിട്ട് എത്ര ദിവസമായി? 2-3 ആ 2-3 കൊല്ലായിട്ടുള്ള. അതെ 2-3 വർഷം കൊണ്ടായിരുന്നു. 3 ഇവനെ മൈസൂരിൽ നിന്ന് പൊന്നാടയൊക്കെ കിട്ടിയെന്ന്. പൊന്നാട പോയിട്ട് കർണാടക. മൈസൂർ എന്ന് പറഞ്ഞ കർണാടകന് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ KGF മറ്റേ ഷൂട്ട് ചെയ്തില്ലേ, KGF ആ സ്ഥലത്തേക്കൊക്കെ പോയി. അത് തൊട്ടടുത്ത് 500 മീറ്റർ. അതെ അവിടെ പോയി ആ മണ്ണൊക്കെ കണ്ട് ഇത് ഉച്ചയ്ക്ക് സരിതോടെ വെപ്പിക്കാം. നമ്മുടെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ കുട്ടികൾ കുറേ വരുന്ന മറ്റേ ഡിസേബിൾ ആയിട്ട് കുട്ടികളില്ലേ, മറ്റേ ഓട്ടിസം പതിച്ചാണ് സംസാരിക്കാൻ പറ്റാത്തത്. അങ്ങനെ കുറേ കുട്ടികൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്താ പറയാ, ഞങ്ങൾക്ക് അറിയാനില്ല. അല്ല സ്കൂളിലല്ല, അതൊരു റൈഫിൾ അക്കാദമി, ട്രിഗറെക്സ് എന്ന് പറഞ്ഞൊരു റൈഫിൾ അക്കാദമിയുടെ ഒരു ഇതാണ് ഒരു ഷോ എല്ലാവർക്കും വേണ്ടിയിട്ട്. അങ്ങനെ അതെ നീ പറഞ്ഞ ശരിയാ. നീ ഇപ്പം പറഞ്ഞില്ലേ മൈസൂർ കർണാടകയാ. മൈസൂർ ഇങ്ങോട്ട് നീക്ക്. അതെ എൻ്റെ ചെറുപ്പകാലത്തേ സ്കൂളിൽ എന്തിനാണെന്നറിയോ, നമുക്ക് ഇതിൽ മറ്റേ ഇതുണ്ടാവും സാമൂഹ്യ പാഠം. ഞങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ സാമൂഹ്യ പാഠം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി അല്ല. അതിൽ ഇന്ത്യയിലെ ഭൂപടങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് മൈസൂരായിരുന്നു. പിന്നീട് കർണാടക എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റിൻ്റെ പേര് മാറ്റിയത്. മൈസൂർ സ്റ്റേറ്റ് അങ്ങോട്ട് ആയിരുന്നു അന്ന് മൈസൂര്. നീ പറഞ്ഞ ശരിയാണ്. നീ പറഞ്ഞ ശരി, ഞാൻ പറഞ്ഞ ശരി. രണ്ടാളെ എന്തായാലും ശരിയാവട്ടെ. ഇത് നമ്മുടെ അടുപ്പിൻ്റെ അതല്ല ഞാൻ ഇവിടെ വെച്ചത്. അത് എന്തെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് മറ്റേ കമ്പോസ്റ്റ് ഇതിനെ പറ്റി ഒന്ന് വിചാരിച്ചിട്ട് നോക്കിയത്. പക്ഷേ അതെൻ്റെ പ്ലാൻ ശരിയില്ല. അപ്പം ഞാനിത് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചു. വാഴക്കല്ലെടുത്തിട്ട് അതും കൂട്ടാൻ വെക്കണ്ട? ഇതിൻ്റെ വാഴക്കല്ല കൂട്ടാൻ വെക്കില്ല. പിന്നെ ഇത് വാഴക്കല്ലെടുക്കുക ചെറിയ കുട്ടീരെയാണോ? നേന്ത്രവാഴയുടെ കന്ന് മാത്രം ഈ വാഴക്കല്ല കൂട്ടാൻ വെക്കില്ലോ. ഇതിൻ്റെ ഒന്നും കൂട്ടാൻ വെക്കില്ല. എനിക്കറിയണ്ടായിരുന്നില്ലേ. അതിപ്പോ നിനക്കൊരു പുതിയൊരു അറിവ് കിട്ടിയില്ലേ? അത് നേന്ത്രവാഴയുടെ കല്ലില്ലേ, അത് മാത്രല്ല അതാ കൂട്ടാൻ വെക്കില്ല. അത് ബാക്കിയുള്ള കയ്പാണ്? കയ്പല്ല അത്. ഇത് അതിന്റെ ഉത്തരം കിട്ടിയില്ല. നീ മാത്രം ചോദിച്ചിട്ടില്ല. അപ്പൊ പുതിയ അറിവ് പഠിക്കാൻ പോകണല്ലേ? ഞാനും പഠിച്ചു. അപ്പൊ നമ്മള് നേന്ത്രവാഴ നമുക്ക് കൂട്ടാൻ ഉപയുക്തമായിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ നേന്ത്രവാഴ വയ്ക്കുമ്പോൾ ഈ ഫ്യൂറിടാൻ കുരുടാൻ നമ്മൾ പറയും. ആ സാധനമൊക്കെ ഇട്ടിട്ട് ചാഴിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ആളുകൾ വെക്കും. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വെക്കും. അതിൻ്റെ കന്ന് ഉപയോഗിക്കരുത്, ചിലപ്പോൾ വയറിളക്കം വരും. അപ്പോൾ നമ്മൾ
പരമാവധി നമ്മൾ ഈ വാഴത്തോട്ടങ്ങളിലുള്ളവർ വലിയ വാഴത്തോട്ടങ്ങളിലുള്ളവർ അവർ ആളുകൾക്ക് വാഴക്കല്ല കൊടുക്കുന്നുണ്ട്, കൊടുക്കില്ല, കൊണ്ടുപോകണ്ടെന്ന് പറയുള്ളൂ. അത് വാഴത്തോട്ടങ്ങളിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് വളം അത്. വാഴത്തോട്ടങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ വാഴക്കല്ല വാങ്ങിക്കരുത്. ചിലപ്പോൾ ജൈവ കൃഷിയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഇതില്ലാത്തത്. നമ്മുടെ വീട്ടിലുണ്ടാവണ വാഴക്കല്ല ഉപയോഗിച്ചാൽ മതി. ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. എന്തിനാ അറിഞ്ഞുകൊണ്ട് വല്ല കുഴപ്പം പറ്റിയിരിക്കുന്നത്. കണ്ടത് ഈ പൈപ്പ് വേണ്ട, വേണ്ട പൊത്തുണ്ടല്ലോ, നോക്കിയേ, കണ്ട നോക്കിയേ, പൊത്ത് കണ്ട, കണ്ട പൊത്ത് കണ്ട, കണ്ട നീ പൊത്ത് കണ്ട. പാമ്പിനെ നല്ല തണവടിച്ച് കിടക്കണം. പൊത്ത വാഴയുടെ തണവും കിട്ടും, തണലുണ്ട്, ചീഞ്ഞ വാഴയുണ്ട്. അതന്നെ. നീ കാര്യം ചെയ്യാം, നീ ഇവിടുന്ന് മെല്ലെ മെല്ലെ പോയി ഇതിന് പറിക്കാം. പറിച്ചിട്ടേ കായ്ക്കോട്ടുണ്ട്, പറിച്ച് അല്ലെങ്കിൽ ശരിയാവില്ല. ഈശ ഉണ്ണിപ്പിണ്ടി ഉച്ചയ്ക്ക് വെക്കാനായിട്ടേ അതൊന്നും ഫുള്ള് വയറിന് സുഖമുള്ള സാധനങ്ങളാണ്. നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം മമ്മൂട്ടി മറ്റേ മറവത്തൂർ കനവിൽ പറയുന്ന പോലെ നല്ല കോഴിനെ പിടിച്ചിട്ട് പറയില്ലേ, നല്ല മല്ലി മുളകൊക്കെ അരച്ച് നന്നായി വയ്ക്കാന്ന് പറയുന്ന പോലെ അടിപൊളിയായിട്ട് ഇതും ഇതിൻ്റെ ഒപ്പം മുതിരിയിട്ടില്ല വയ്ക്കാൻ. അത് നല്ലത്. മുതിരയും നല്ലത്, കൊള്ളിയും നല്ലത്, മുതിരയും നല്ലത്. മുതിരയിട്ട് വെച്ചാൽ മതി. ഞാൻ നിർത്തി. ഇവന് കാലത്ത് അതിരാവിലെ നല്ല ഗുണാണ്. നല്ല ഇല്ല, എനിക്ക് പണിയുണ്ട്, ഷീറ്റ് അടിക്കണം. എൻ്റെ ചെറുതിനെ കൊണ്ട് മറ്റേ സാധനം കട്ടിക്കണം. എൻ്റെ മൂത്തോളം കൊണ്ട് കട്ടിക്കണം. ഒരാൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പിണങ്ങും, മറ്റേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിളി പിണങ്ങും. അപ്പോഴേക്കും കഴിയുള്ളൂ, വൈകിട്ട് കഴിയുള്ളൂ, സമയമുണ്ട്. ഞാനേ ഇവിടെ പൊത്തുകളുള്ള കാരണേ കായ്ക്കോട്ടോണ്ടാണ് പരിപാടി ചെയ്യണല്ലോ. വെട്ടത്തിണ്ട് ഇനി വെട്ടേണ്ടത് നിർത്തി മോനെ. കായ്ക്കോട്ടുണ്ടായാലും നമ്മളിതിങ്ങനെ കലക്കിയെടുക്കാൻ പറ്റും. ബെസ്റ്റ് വളം കമ്പോസ്റ്റ് വളം. അതിനുണ്ട് കുക്കറിന്റെ വിസിലടിച്ച പാമ്പ് അകത്ത് കുക്കറിന്റെ വിസിലല്ലേ. പോരട്ടെ. നമുക്ക് ഈ പൈപ്പ് കണ്ട, ഈ പൈപ്പ് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി. നാണിക്കണ പൈപ്പാ. ഇവിടെ പിന്നെ ഇങ്ങനെ ഇവിടെ മറിഞ്ഞു ഇത് നാടിയത് എന്തിട്ട് വെള്ളം ഇവിടെ നനയ്ക്കണ പൈപ്പാ. അത് പിന്നെ അതിൻ്റെ ഇടയിൽ പെട്ടിട്ടേ അല്ല ഇപ്പൊ എത്ര കാലമായിട്ട് നനയില്ല. ഇപ്പൊ അല്ല ഈ സൈഡ് ഇപ്പൊ ഇങ്ങനെ കൂട്ടം പിടിച്ചില്ല, ഇങ്ങോട്ട് വരാറില്ലേ നനയ്ക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കൂട്ടം വന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെയും വൃത്തിയായി കിടന്നാനേ. നിങ്ങളേ ഉണ്ണീനെ കൊണ്ടുപോകണ പോലെയാ കൊണ്ടുപോണത്. നിങ്ങളല്ല ഇങ്ങോട്ട് കടക്കാത്ത കാരണം നോക്കിയാൽ എവിടെയൊക്കെ നോക്കിയാൽ ആ തെങ്ങിൻ്റെ അടയ്ക്കണ്ട. അയ്യോ ഇതെങ്ങനെ അടയ്ക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കണ്ട നിറയെ കാട് പിടിച്ചു. തെങ്ങുമല്ലോ ഉണ്ടാണ്ട് ഈ തെങ്ങ് നന്നായിട്ടുണ്ടാവും, നാളികേരുണ്ടാവും. കണ്ടറാ വൃത്തിയായി തുടങ്ങിയില്ലേ, ക്ലീനായി വൃത്തിയായി തുടങ്ങി. ഓ ആ വെളിവായില്ലേ, വെളിച്ചായി. പിന്നെ പാമ്പിന്റെ വീട് മാറ്റാൻ പോവല്ലേ, പാമ്പിന്റെ വീട് മാറ്റാൻ പോവാ. വെട്ടതിക്ക് തീരെ മുറിച്ചില്ല ചേട്ടാ. ഇതിനാ കാണുന്ന ഭംഗി തന്നെ ഉള്ളു. ഇതേ മീൻ വെട്ടണ സാധനണ്ടാ, പക്ഷേ അല്ല മുറിച്ചില്ലെന്ന് പറയാ. മുറിച്ചില്ലെന്നാ മുറിച്ചില്ല. ഇതിൽ എന്നെ വെട്ടി നോക്കാനല്ലേ പറഞ്ഞത്. മുറിച്ചല്ലേ അത് വാഴയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കട്ടായി പോകണ്ടേ. ഈ ഇതിന്റെ കനം കണ്ട വളരെ അതുണ്ട്. ഇത് എത്ര കിലോ തൂക്കണ്ടത് ചേച്ചി നിന്റെ വിചാരം? അത് നോക്കിയിട്ട് കാര്യമല്ലോ, നല്ല സ്മൂത്തുള്ള ബ്ലേഡ് വന്നു കഴിഞ്ഞാൽ കട്ടായി പോലും സുഖമായിട്ട്. നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ
ഭയങ്കരമായ മൂർച്ച ഇതുള്ള ആവശ്യമില്ല. അത് വല്ല മരം വെട്ടുകാർക്കും ഇവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിപ്പോൾ എന്തിനാണ് അത്ര മൂർച്ച? മീൻ മുറിക്കാൻ അല്ലെങ്കിൽ ഇറച്ചി മുറിക്കാനല്ല ഈ സാധനം വേണ്ട. അതെ കോഴീനെ അല്ല ഇങ്ങനെ പണിയെടുക്കുമ്പോൾ മുറിച്ച് കൂട്ടിയെടുക്കുന്നല്ലോ. അല്ലെങ്കിൽ അല്ലെന്നോ 2 വെട്ടേണ്ട അടുത്ത് 10 വെട്ടേണ്ട വരില്ലേ? അല്ല നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂന്ന്. അത് മനസ്സിലായി. നമ്മളങ്ങനത്തെ ഒരു പണിക്കാരനാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്. അപ്പം നമ്മൾ നോക്കി ഇവിടെയൊക്കെ ഒരു ലെവലായി. പക്ഷേ ഇവിടെ വേണ്ട, ഈ തെങ്ങിനെ അടയ്ക്കേണ്ട. അപ്പം ഈ തെങ്ങിന് നാനിയും കൊടുക്കണേ. നിൻ്റെ വീട്ടിൽ തെങ്ങുണ്ടാ? 3 ഉണ്ട്. നാളേരം കിട്ടുമോ? നാളേരം കിട്ടും. ഒരെണ്ണപ്പോൾ ഡേഞ്ചർ അവസ്ഥയിലാണ്. പകുതിന്നേ ഈ ഒരു ഭാഗല്ലേ, ആ ഭാഗത്ത് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചതിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് കുറച്ച് അങ്ങനെ നിൽക്കണേ. അപ്പോൾ അത് വേഗം കട്ട് ചെയ്യണം. ബാക്കിയൊക്കെ നാളേരം കിട്ടുന്നുണ്ട്. നാളേരം അരയ്ക്കാനുള്ള സമയമൊന്നും കിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചില നേരത്തെ എടുത്ത് വയ്ക്കും. അതിന് പണ്ടത്തെ പോലെ വലിയ വലിയ മറ്റേ കുടുംബങ്ങളൊന്നും ഇതില്ല. അപ്പോൾ നാളികേരത്തിൻ്റെ എപ്പോഴുള്ള ആവശ്യം ആകപ്പാട് കൂടുതൽ നാളികേരമുള്ളവർക്ക് വെളിച്ചെണ്ണ ആട്ടാം, കൊപ്ര. അത് ശരിയാണ്. അല്ലാത്ത വീടുകൾക്ക് പിന്നെ ഇപ്പോൾ ആളുകൾ കുറേ പേര് ആളുകൾ പുറമെന്നാണ് വൈകുന്നേരമൊക്കെ ഫുഡ് വാങ്ങിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് കംപ്ലീറ്റ് ഹോട്ടലിൽ നിന്നാണ് കഴിക്കുള്ളൂ. അതെ, ഞാൻ അവിടെ ഇപ്പോൾ കണ്ടതാ. എന്താ അവർ വീട്ടിൽ വയ്ക്കില്ലേ? അതെനിക്കറിയാൻ പാടില്ല. പക്ഷെ കൂടുതലും വൈകിട്ടുള്ള ഫുഡിങ് ഹോട്ടലിൽ നിന്ന് പറയാം. തമിഴ്നാട് മീൻസ് ആ ഭാഗത്തേക്കൊക്കെ പോയപ്പോഴേ മൈസൂർ ഭാഗത്തേക്ക് അങ്ങനെയൊക്കെ പോയപ്പോൾ കണ്ടതാ. അത് നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ടല്ലോ. ഡിഷ് ആൻറ്റിനിയാ? നല്ല ഡിസൈൻ ആയിട്ടുണ്ടല്ലോ. ഡിസൈൻ ഉണ്ടല്ലോ അല്ലേ? ഡിഷ് ആൻറ്റിനാണ് ഞാൻ കേട്ടത്. ഇത് ലൈറ്റാണ്. ലൈറ്റ് മറ്റേ സെൻസർ ലൈറ്റ് അല്ലേ? അത് അല്ല, സ്വിച്ചിട്ടൊക്കെ കത്തണത് അങ്ങനത്തെയാണല്ലേ? ഇത് മറ്റേ നമ്മുടെ അവിടുന്ന് ഇത് ഉള്ളത്. ഇവിടെ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്താണ്. നിങ്ങൾക്ക് ഈ ഉഴുന്നുണ്ടീനെ പശ ചെറുപ്പകാലത്ത് കളിച്ചില്ല? പണ്ട് കാലത്ത് നമുക്ക് പശ എന്ന് പറഞ്ഞ സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതാ ഈ ചെവിക്കും തങ്ങി മായുന്നില്ല. ഇത് ഈ പശയെന്നറിയില്ലേ? ഇത് ഈ ഉഴുന്നുണ്ടീൻ്റെ പശയാണ് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഒട്ടിക്കുക ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ തലയില്ലേ, ഇതിൻ്റെ തലപ്പുള്ളി കണ്ട ഇതിങ്ങനെ ഒടിക്കും. ഉഴുന്നുണ്ടി എന്ന് പറയാ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിന്ന് ഒരു പശ വരും, ചെറുതായിട്ട് വരില്ല. കണ്ട തുമ്പത്തേണ്ട പശ വരുന്നുണ്ട. ഈ പശ കണ്ട അതെ ഇങ്ങനെ നമ്മൾ കുറേ ശേഖരിക്കും. ഇതിങ്ങനെ ഇലകളിൽ ഇങ്ങനെ എല്ലാ ഉഴുന്നുണ്ടിട്ട് തല ഇങ്ങനെ പൊട്ടിച്ച് ശേഖരിക്കും. അതുകൊണ്ട് പോയിട്ടാണ് ഓരോ സാധനങ്ങൾ ഒട്ടിക്കുക. അങ്ങനെ കാലത്തിൻ്റെ ഞാനിതാകട് ചാള പുതിയ മാത്രം അന്ന് ഇത് കണ്ടിട്ടില്ല. ചാള പുതിയ ഇല കൊണ്ടുവരുന്നത് ഇതും തേക്കിൻ്റെ മീൻകാരില്ലേ? ചാള പുതിയ പണ്ട് ഇറച്ചിയൊക്കെ പുതിയ തേക്കിൻ്റെ അല്ലേ? അതെ. നിന്റെ കാലത്ത് ഓർമ്മയില്ലേ? ഇല്ല, എൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് പണ്ടായിട്ടില്ല. എങ്ങനെ കിടന്ന സ്ഥലമല്ലേ? ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും. ഇപ്പോൾ നമ്മളൊരു അണ്ണൻ നിർത്താണെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ്. എങ്ങനെയാണ് ഇവിടെ നോക്കിയേ? നമ്മുടെ കൈക്കോട്ടായി പെട്ടു. ഒരു കള കളിച്ചതായിരുന്നു. കിട്ടുന്നില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്ത് ചെയ്യും? വാഴ പ്രതിരോധമായിരിക്കും. ഫാമിലി മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? ഫാമിലി കട്ട് ചെയ്താലും നല്ലൊരു വാഴകന്നിനെ നമ്മളിവിടെ വയ്ക്കും. അത് മനസ്സിലാക്കണം. അയ്യോ ചവിട്ടി വെക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. കണ്ട ശരിക്കത് കിട്ടി. ഒടുവിൽ ഇവനെ ഒറ്റയ്ക്ക് നിർത്തി. ഇനി ഇതിനെ പറിച്ചെടുക്കും. ഇതിപ്പോൾ പൊന്തിയിട്ടാണ് നിൽക്കണത്. മേടം പൊന്താന്ന് പറയും. മേടം പൊന്താന്ന് പറയും. വാഴ പൊന്തി വെക്കുക. അപ്പോൾ അതിന് പറിച്ചിട്ട് ഇവിടെ തന്നെ ഒരു കുഴി കുത്തും. എന്നിട്ട് നമ്മളതിനെ ഇവിടെ തന്നെ കുഴിച്ചിടും. അതാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പം ഇനി ഇവൻ്റെ നിന്നായിരിക്കും ചുറ്റും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോണത്. അങ്ങനെ നമ്മൾ വീണ്ടും വന്നു. വീണു. അങ്ങനെ കണ്ടോ? ഇത് പൊന്തിരാ കിടത്. എനിക്കും വിശക്കുന്നുണ്ട്.
ഇവിടെ ഒന്ന് മാറ്റാം. അങ്ങനെ പാമ്പിൻ്റെ പൊത്തിൻ്റെ അവിടെയാണ് നമ്മൾ കുഴി കുത്തുന്നത്. അശ്വിൻ ഭാസ്കർ ഇത് കണ്ടു കഴിഞ്ഞ ഒരു പാട്ടുണ്ടാക്കൂല്ലേ ചേട്ടാ? മറ്റേ ഹിറ്റായി ഇവിടെ പാട്ടില്ലേ വരരുത്. കഴിഞ്ഞ അതെ നോക്കിയേ, വേറെ അരമണിക്കൂറായിട്ടുള്ള നമ്മളെ പണി തുടങ്ങിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ആളെ വെച്ച് പണിയാണെങ്കിൽ അരമണിക്കൂറൊന്നും പോരാ, അതിലധികമായി. വീഡിയോയിൽ അരമണിക്കൂർ, വീഡിയോയിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് അരമണിക്കൂറാക്കിയിട്ടുണ്ടാവും. ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ജഗ്ഗുവിന് സ്കൂളിൽ കൊണ്ടാക്കി തന്നു ചേട്ടൻ. വെറുതെ ഓരോന്ന് പറയാന്നെ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നോണ പറയായിരിക്കോട്ടെ ചേട്ടാ, ഞാൻ അത് അപ്പം പൊളിക്കുന്നു ചേട്ടൻ അറിഞ്ഞൂടെ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വട്ടാക്കണം. അപ്പോഴേക്കും മീനുകൾക്ക് കുറച്ച് തീറ്റിട്ട് വെക്കണം. മീനുകളുടെ തീറ്റ കഴിഞ്ഞുട്ടാ ചേട്ടാ? അറിയാം. കുറച്ച് ആസോള എടുക്കാൻ പോകാം, നമുക്ക് തീറ്റിട്ട് കൊടുക്കാം. കിതപ്പ് മാറ്റിയിട്ട് പോയാൽ മതി. അല്ല ഇനി ഉച്ച കഴിഞ്ഞ്, അല്ല ഇനി വെയിലായി, അല്ലാന്ന് മറ്റേ കൊത്തിയിട്ട് തോന്നിട്ട് കുഴി കുത്തിയിട്ട് ഇതാക്കണം. അപ്പം ഇനി നമുക്ക് ആസോള എടുക്കാം. ഇവന് വിശന്ന് തുടങ്ങി. ഇവനൊക്കെ അവന് വിശന്നില്ലല്ലേ? കുറച്ച് നേരത്തെ എന്നോട് പറഞ്ഞു അവന് ഫുഡ് കൊടുക്കണം, അതിഥിക്ക് ഫുഡ് കൊടുക്കണം. നമ്മുടെ മീനുകൾക്ക് അസോളാട്ടാ. അപ്പോൾ നമ്മുടെ അംബിക മേനോ എന്ന് പറഞ്ഞ ചേച്ചി നമ്മളോട് പറയാറുണ്ട്, ഇതിന് ഇപ്പോൾ മീനുകൾക്ക് അസോള എടുത്ത് കൊടുക്കണില്ലേന്ന് ചോദിക്കാറുണ്ട്. അല്ല ഇത് മാത്രം കൊടുത്തോണ്ട് ശരിയാവും? ഇത് മാത്രം കൊടുത്താൽ ശരിയാവില്ല, ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള ഇതുകൾ കൊടുക്കണം. പക്ഷേ ഇത് ബെസ്റ്റ് ഒരു തീറ്റയാണ്. കണ്ട, ഇത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കേ. ഇത് നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്ന ആളുകൾ, ഞാൻ സോള ഇതൊരു തരം ചീര പോലത്തെ സാധനം തന്നെയാണെന്നാണ് പറയുന്നത് എന്ന് പറയുന്നു കേട്ടോ. ഈ പാചകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു അനക്കം കൊടുക്കണം എപ്പോഴും. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കിടന്ന് നടന്നാലും മതി, അല്ലെങ്കിൽ ഇതിൽ നന്നായി വെള്ളം അടിച്ച് കൊടുക്കുമ്പോൾ ഇതിന് ചലനം സംഭവിക്കണം, അല്ലെങ്കിൽ ഇതിൽ പൂപ്പൽ വരും. അതിനുണ്ടേ മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഗപ്പി ഇതിലുണ്ട്. നമ്മൾ ഒന്നരാടം ഓരോ ബക്കറ്റ് വീതം കിട്ടും. ഓരോ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ 3/4 ബക്കറ്റ്. ഈ വലിയ ബക്കറ്റിൽ കണ്ട. ചാത്ത കടകൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അല്ല അങ്ങനെ ഇട്ട് കൊടുക്കും.